ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് വെച്ചിട്ട് ഏകദേശം 2 ആഴ്ച കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഞാനും പിള്ളേരും ഒറ്റയ്ക്കായിരുന്നു. ചേട്ടനും അനിയനൊക്കെ പണിയുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഇടാനും അപ്ലോഡ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിള്ളേരുമായിട്ടുള്ള വഴക്കും കുസ്തിയും എല്ലാം കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഒന്ന് നടു നിവർക്കുമ്പോൾ ചേട്ടനൊക്കെ വരണം, അത്രയ്ക്കും ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സന്തോഷം നിറഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ 3K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ അവൾ കേക്കിൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികമൊന്നും ആയില്ല, ഏകദേശം 1 മാസമൊക്കെ ആയിട്ടേ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 3K സബ്സ്ക്രൈബർ ആകാറായി, അന്നേരത്തേക്കും എനിക്കൊരു കേക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് കേക്ക് മുറിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ 7 മണിയായപ്പം കറണ്ട് പോയതാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ 7 മണിയൊക്കെ ആയപ്പം കറണ്ട് പോയതാണ്. ഇനി വൈകുന്നേരം 5:30 ആകുമ്പോഴാണ് വരത്തുള്ളൂ. ടച്ച് വെട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കറണ്ട് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വെളിയിൽ നിന്ന് കേക്ക് മുറിക്കുന്നത് കേട്ടോ, തിണ്ണയിൽ നിന്ന്. അപ്പോൾ ഞാനും അമ്മയും പിന്നെ ചേട്ടനും അനിയനും അമ്പാടിയും കുഞ്ഞിക്കുട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ ഞങ്ങളുടെ കൂടെ വീഡിയോയിലൊന്നും വരാറില്ല, ആൾക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും പേരാണ് മിക്കപ്പോഴും വീഡിയോസിലൊക്കെ വരാറ്. ഡേ ഇൻ മൈ ലൈഫിലാണെങ്കിൽ പിന്നെ ഒളിച്ചും പാത്തുമൊക്കെ ഞാൻ ഓരോ വീഡിയോ ഒക്കെ എടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ആളുടെ നേരെ ഇങ്ങനെ നമ്മൾ ഈ ഫോണൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആളുടെ മുഖമൊക്കെ ഇങ്ങനെ ഒരുമാതിരി മഴക്കാറ് കയറി ഇതുപോലെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ അധികം ഫോൺ പിടിച്ചുകൊണ്ട് അങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കാറില്ല. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതേ അമ്മയ്ക്കും കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രീം കേക്ക്. ഇവിടെ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. ഞാൻ വന്നതിന് ശേഷം ബർത്ത്ഡേക്കൊക്കെയാണ് ഇതേപോലെ കേക്ക് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ വന്നതിന് മുന്നേ ഇവരിങ്ങനെ ക്രീം കേക്കൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മ അതുകൊണ്ട് കഴിക്കും കേട്ടോ. പിന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മധുരം തിന്നണം ഞാനാണ്. എനിക്കാണെങ്കിൽ ഷുഗറൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പേടിയാണ്. എന്നാൽ എനിക്കിതിൽ കഴിക്കാണ്ടിരിക്കാനും പറ്റത്തില്ല കേട്ടോ. ക്രീം കേക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഒരു 3/4 ഭാഗം ഞാൻ തന്നെ കഴിച്ച് തീർക്കും. പിന്നെ അമ്പാടിയാണെങ്കിലും അവനവിടെ ചുറ്റിപ്പറ്റി നിൽക്കണം, അവന് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അതിലിങ്ങനെ ഓരോ ഫ്ലവറും കാര്യങ്ങളൊക്കെ പിന്നെ എഴുത്തൊക്കെ ഉണ്ടല്ലോ, ചോക്ലേറ്റ് വെച്ചുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അവൻ അതേപടി എടുത്ത് കൊടുക്കണം. അതിനൊക്കെ വേണ്ടി അവിടെ നിൽക്കണം കേട്ടോ. ചൂണ്ടിക്കാണിക്കുന്നത് അതെടുത്ത് കൊടുക്കും ഇതെടുത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കണേ. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തതിനൊക്കെ ശേഷം ഞാനും കഴിക്കുവാണ് കേട്ടോ. ഞാനൊരു 2-3 കഷ്ണം കഴിച്ചപ്പോൾ തന്നെ ആകെ മന്തിപ്പായി പോയി. കാരണം ഒരു മത്ത് പിടിക്കുമല്ലോ നമുക്കിത് ഓവറായി കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കൊക്കെ കൊടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേക്കൊക്കെ കഴിച്ചു കേട്ടോ. അതെ, പിന്നെ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തതിനൊക്കെ ശേഷം ഞാനും അനിയനും എന്തൊക്കെയോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് തിണ്ണയിലിരുന്ന് കേക്കൊക്കെ കഴിക്കുവാണേ. പിന്നെ നമ്മുടെ പട്ടിക്കൂടൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയത്. അപ്പം ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വേണം അവൾക്ക് കൊണ്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഈ പട്ടിക്കൊന്നും ചോക്ലേറ്റ് ഒന്നും പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മളാണെങ്കിൽ ഈ കേക്കിൽ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ എഴുതിയേക്കുന്ന ചോക്ലേറ്റ് വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്തിട്ട് വേണം ഇനി കൊണ്ട് കൊടുക്കാനായിട്ട്. ഞങ്ങൾ ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, പിന്നെ ഇന്നലെ കരിമീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാരും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഫുഡ് വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ രാവിലെ. അപ്പം രാവിലെ തന്നെ ചേട്ടനൊക്കെ പോയിട്ട് കേക്ക് മേടിച്ചുകൊണ്ട് വരുവാണ് ഇത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവൾ രാവിലെ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ രാവിലെ പോയി കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ആദ്യം ഇതങ്ങ് കഴിക്കാതിന് ശേഷം സാവധാനം ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് ബാക്കിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പട്ടിക്കുട്ടന്മാർക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജോലിയിലോട്ട് തുടങ്ങിയത് കേട്ടോ. കാരണം ഉച്ചക്കത്തേക്ക് കറിക്ക് എന്തെങ്കിലും റെഡിയാക്കാൻ വേണ്ടി ഞാൻ മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, കുഞ്ഞ മത്തി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വെട്ടി തേച്ച് കഴുകി കറി വെക്കണം, പിന്നെ കുറച്ചെടുത്ത് വറുക്കണം, അത്രയൊക്കെ ജോലിയുള്ളൂ കേട്ടോ. എനിക്കിന്ന് ഒരുപാട് സങ്കടമുള്ളൊരു ദിവസം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടുമല്ല. ഞാനാണെങ്കിൽ കുറേ നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരാൾക്ക് ഡ്രസ്സ് കൊടുക്കണം കേട്ടോ. കുറേ ഡ്രസ്സ് ഞാനിങ്ങനെ പാക്ക് ചെയ്ത് ഞാൻ കൊറിയർ അയച്ച് കൊടുക്കണേ. 1-2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഹസ്ബൻഡിന് വയ്യ, തീരെ നിവർത്തിയില്ല, അതായത് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും നിവർത്തിയില്ല, അതുകൊണ്ട് ആരെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു, കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു ആരോടും ചോദിക്കേണ്ട, പോസ്റ്റ് ഇനി ഇടണ്ട, ഞാൻ തരാമെന്ന് പറഞ്ഞു, എന്ത് വെള്ളം ഞാൻ തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾക്ക് ഒരു മോനും മോളും ആണുള്ളത്. മോന് 1 വയസ്സും മോൾക്ക് 4 വയസ്സുമാണ്. അപ്പം എനിക്ക് 2 ആൺകുട്ടികളായതുകൊണ്ട് ഞാൻ
പറഞ്ഞു മോനുള്ള ഡ്രസ്സ് ഞാൻ തരാം, നിനക്കുള്ളത് ഞാൻ തരാം, മോൾക്കുള്ളത് എൻ്റെ കയ്യില്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൾക്കുള്ളതും മോനുള്ളതും ഒക്കെ ഒരുപാട് ഡ്രസ്സ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം, ഒത്തിരി ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാനാണെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വഴിയിലോട്ട് പോകൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. എന്നാലും വേണ്ടിയില്ല, ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മളും ഇല്ലായ്മയിൽ നിന്ന് വളർന്ന് വന്നതാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വേറൊരാളുടെ സങ്കടം കാണുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു കേട്ടോ, വേറെ ആരോടും ഇനി ചോദിക്കേണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ ഇവിടുന്ന് കൊറിയർ അയക്കുന്നതിന് 1 കിലോയ്ക്ക് 60 രൂപയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് ഇത് പറയണതാണ്, വേറൊന്നും കൊണ്ടും അല്ല. ഞാൻ ആർക്കൊക്കെ ഞാൻ സഹായം ചെയ്തിട്ടുണ്ടോ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ നല്ല ഒന്നാന്തരം ആട്ടും തുപ്പും തെറിയും കേട്ടാണ് ഇവിടം വരെ എത്തിയേക്കണേ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളത്. എന്നെക്കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ഞാൻ ആർക്ക് വേണ്ടിയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാനത് ഒരുപാട് സന്തോഷിച്ച് എൻ്റെ മനസ്സ് നിറഞ്ഞാണ് കേട്ടോ ആളെ സഹായിച്ചത്. അപ്പം വേറൊന്നും കൊണ്ടും അല്ല. അപ്പം ഞാൻ ഏകദേശം ഒരു 3000 രൂപയ്ക്ക് താഴെ കൊറിയർ സാധനങ്ങൾ അയച്ചു കൊടുത്തു. 1 കിലോയ്ക്ക് 60 രൂപയാണ് കേട്ടോ ഇവിടെ കൊറിയർ അയക്കുന്നതിന്. അങ്ങനെ ഒരു 2900 സംതിങ്ങോളം പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി കൊറിയർ അയച്ചതിന് തന്നെ. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സാധനങ്ങൾ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. ഡ്രസ്സുകൾ തന്നെയല്ല, ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ബാഗ് ഞാൻ ആ കൊറിയർ അയച്ചതിൽ പെട്ടുപോയി, അതാണ് മെയിൻ കാരണം. അങ്ങനെ ബാഗ് പെട്ടുപോയപ്പോൾ ഞാനത് കൊറിയർ അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എല്ലാം തപ്പി നോക്കിയപ്പം കണ്ടില്ല. അപ്പം എനിക്ക് സംശയം തോന്നി. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ അയച്ച കൊറിയറിൻ്റെ അകത്ത് എൻ്റെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചിട്ട് എനിക്ക് തിരിച്ച് അയച്ചു തരണം കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ ആൾ അയച്ചു തരാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം കൊറിയർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി കൊറിയർ കിട്ടി, ബാഗ് ഉണ്ട് അതിനകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അയച്ചു തരണം, കാരണം എനിക്ക് അത്യാവശ്യം ആ ഒരു ബാഗ് ഞാൻ എൻ്റെ ജീവന് തുല്യമായിട്ട് കൊണ്ടു നടക്കുന്ന ബാഗാണ് കേട്ടോ. അപ്പോൾ അത് അയച്ചു തന്നെ അതിൻ്റെ അകത്ത് പെട്ടുപോയതാണെന്ന് പറഞ്ഞ്. അവൾ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി 2 ദിവസങ്ങളിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് 2 മാസമായി, എന്നിട്ടും അയച്ചു തന്നില്ല. അത് ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചു, കൊച്ചെ അപ്പം ഒന്ന് ഓർക്കണം, അതായത് ഞാൻ ആ ഒരു പോസ്റ്റ് കണ്ട് അവളെ മെസ്സേജ് അയക്കി പരിചയപ്പെട്ട അന്ന് തൊട്ട് ഇങ്ങോട്ടേക്ക് ഒരു ദിവസം പോലും എന്നെ വിളിക്കാത്ത, എനിക്കൊരു ഗുഡ് മോർണിംഗ് അയക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒരു ദിവസത്തിലൊരു 2-3 നേരമെങ്കിലും എന്നെ വിളിക്കും, എനിക്ക് മെസ്സേജ് അയക്കും, എൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ തിരക്കണ ഒരു വ്യക്തി. അത്രയും കൊറിയർ ലാസ്റ്റ് വരെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബാഗിൻ്റെ കാര്യം ചോദിച്ചിട്ട് എന്നെ തിരക്കണില്ല, അന്വേഷിക്കണില്ല, ഓൺലൈനിൽ ഉണ്ട്, ഒരു ഗുഡ് മോർണിംഗ് പോലും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ കാലും കൈയും പിടിക്കും, എടി എനിക്ക് ആ ബാഗ് അത്യാവശ്യം ഒന്ന് അയച്ചതാണ്, ഇനിയിപ്പോൾ പൈസ ഇല്ലെങ്കിൽ ഞാൻ ഇട്ട് തരാം, എനിക്ക് ബാഗ് അയച്ചു തന്നാൽ മതി, 1 കിലോ പോലും ഇല്ല, അപ്പോൾ അതിങ്ങനെ റേറ്റ് ആവത്തില്ല, ഒന്ന് അയച്ചു തരാൻ പറഞ്ഞ് 2-3 ദിവസം ഞാനിങ്ങനെ ചോദിച്ച് പറഞ്ഞ് 2 മാസമായി. അത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞ് ചേച്ചി ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര ദിവസമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. നേരം പറഞ്ഞ് നിങ്ങളുടെ ശല്യം എന്നെ ശല്യമാണ്, നിങ്ങളുടെ ശല്യം കാരണം ഞാൻ ഇന്ന് തന്നെ അങ്ങ് അയച്ചേക്കാം, ഇത്രയ്ക്ക് ആക്രാന്തം പാടില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് എന്നെ പറയാത്തതൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണ് ഞാൻ കേട്ടോ കൊറിയർ അയച്ചത്. എനിക്ക് ഒരുപാട് വിഷമമായിപ്പോയി. അത് ഞാൻ എന്നാ പറയണേ, എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, കാരണം വേറൊന്നും കൊണ്ടും അല്ല. ഞാൻ അത്രയ്ക്ക് ഒത്തിരി പേരെ സഹായിച്ചിട്ടും ഞാൻ അത്രയ്ക്കും ആട്ടും തുപ്പും കേട്ടാണ് കേട്ടോ ഇവിടം വരെ എത്തിയത്. അതിന് ശേഷം എനിക്ക് ബാഗ് അയച്ച് തന്ന് ബാഗ് ഒരു 2-2.5 മാസമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ചീത്ത അവളുടെ കയ്യിൽ നിന്ന് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി നിനക്ക് ഞാൻ ശല്യം ആവുന്നില്ല, നിനക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ, കുഴപ്പമില്ല, ശല്യം ആകുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ആൾ അയച്ചു തന്നു കേട്ടോ. അപ്പം അതൊക്കെയാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയണത്. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും ചേട്ടനും അനിയനും അമ്പാടിയും കുഞ്ഞിക്കുട്ടനും ഒക്കെ വൈക്കത്തമ്പലത്തിൽ വന്നേക്കുവാണേ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട്. എപ്പോഴും വരണം എന്നുണ്ട്, പക്ഷെ നമുക്കങ്ങനെ സാഹചര്യമൊന്നും കിട്ടാറില്ലേ. അങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് പോന്നു. കുറേ നേരം ഞങ്ങൾ ഇരുന്നിട്ട് ഒരുപാട് നേരം, ഏകദേശം 1-1.5-2 മണിക്കൂറോളം ഞങ്ങൾ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തേ. അങ്ങനെ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തിരുന്നപ്പോഴത്തേനും അമ്പാടി കുറേ പിള്ളേരെ കൂടെയൊക്കെ കളിച്ചിറക്കുമായിരുന്നു. അപ്പോൾ അവർ പോകാൻ നേരത്ത് ആ കൊച്ചു അമ്പാടീനെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ തന്നു കേട്ടോ. അപ്പോൾ അമ്പാടി കിടന്ന് വഴക്കുണ്ടാക്കണം അവരുടെ കൂടെ പോകാനാണേ. അവരൊരുപാട് നേരമായി വന്നിട്ട്, അതുകൊണ്ട് തന്നെ അവർ നേരത്തെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്പാടിയിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഒരു ആന നിൽപ്പുണ്ട്, അപ്പോൾ കൊച്ചിനെ കൊണ്ട് കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനപ്പെട്ടിരിക്കുവാണേ. അതിനുശേഷം ഞങ്ങൾ ആനേനെയൊക്കെ കണ്ടതിനൊക്കെ ശേഷം പിന്നെ കടയിലൊക്കെ പോയിട്ട് അമ്പാടിക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഞങ്ങളും ഇരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ മാറിയിരിക്കുവാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഒരു ലൈറ്റും വെട്ടത്തിൻ്റെ താഴെയായിട്ട് വന്നിരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കുറേ നേരം ഇരുന്നപ്പോഴത്തേക്കും അമ്പാടിയാണെങ്കിൽ മണ്ണിക്കളി തുടങ്ങിയേ. മണ്ണൊക്കെ ഇങ്ങനെ വാരി എറിയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു എങ്കിൽ ഇവിടുന്ന്
മാറാം, നമുക്ക് അപ്പുറത്തോട്ട് പോയിരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ അമ്പാടി അങ്ങോട്ടേക്ക് പോകണേ, ആ ഒരു തീ ഇടുന്ന ഒരു ഭാഗം, പുകയുള്ള ഭാഗത്തെ അവിടെ ആനേനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് അമ്പാടി പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. ഇവിടെ വന്നപ്പോഴത്തേക്കും അതിലും വലിയ മേളം, മണ്ണ് വാരൽ തകൃതിയായിട്ട് നടക്കണുണ്ടേ. പിന്നെ ഓർത്തു എന്നാന്ന് ചെയ്യട്ടെ, ഇനിയിപ്പോൾ വഴക്കും കരച്ചിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ. അപ്പം ഞങ്ങൾ പിന്നെ വീട്ടിൽ ചെന്നതിന് ശേഷം അവരെ കുളിപ്പിച്ചതിനൊക്കെ ശേഷമല്ലേ കിടത്തി ഉറക്കത്തുള്ളൂ. അങ്ങനത്തെ ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് പോന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേട്ട് വലം വെച്ച് അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോരുവാണ്. പിള്ളേർ ഉറങ്ങാനായിട്ടൊക്കെ ഉള്ള ബഹളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞിക്കുട്ടൻ ഉറങ്ങി. അതിന് ശേഷം എന്തേ അനിയനാണെങ്കിൽ അമ്പാടിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കേട്ടോ. കാരണം അവന് ആനേനെ തൊട്ടടുത്ത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ട് പോയി. അപ്പോൾ അവിടെ ആന നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ പറ്റത്തില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും കുഞ്ഞിക്കുട്ടനോട് വെയിറ്റിംഗ് ആണേ. കുഞ്ഞിക്കുട്ടൻ നല്ല ഉറക്കത്തിലാണേ. അപ്പം ഞങ്ങൾ അതിന് ശേഷം അനിയനെ കണ്ടില്ല, അമ്പാടിനെയും കണ്ടില്ല. അപ്പോൾ ചേട്ടനെ പറഞ്ഞു വിട്ടു കേട്ടോ, വേഗം വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഇത് ഒരുവിധം തിക്കിൻ്റെയും തിരക്കിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ആളെ കിട്ടി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.